എല്ലാവർക്കും ചിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു നാടൻ വിഭവമാണ് കേട്ടോ. ഇന്ന് നമ്മൾ ചീരയും ചക്കക്കുരും പരിപ്പൊക്കെ ഇട്ടുള്ള ഒരു തോരനാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു തോരൻ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 കെട്ട് ചീരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്കുണ്ടല്ലോ ഒരു 20 ചക്കക്കൂരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും നമുക്ക് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു 1/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്കക്കുരും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വേവിച്ചെടുക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 വിസിൽ മാത്രം മതി. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ തുറന്ന് വെക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പും ചക്കക്കുരും ഒക്കെ ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ തോരന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുണ്ടല്ലോ ഇത്രയും ചെറുള്ളി, അതായത് ഒരു 10-12 എണ്ണം കാണും, അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഇനി ഒരു ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും ചെറുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഈ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതിനെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചീരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതായത് ചീരയൊക്കെ വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരും അതുപോലെ തന്നെ പരിപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതിൻ്റെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു 2 പിടി നാളികേരം നമ്മൾ ചെരുകി വെച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇതിനൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് ചീര ചക്കക്കുരു തോരൻ ഇവിടെ റെഡി ആയിട്ടോ. അപ്പം അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.